മോർണിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. കുറത്തിയാട്ടം എന്ന ഗ്രാമീണ കലാരൂപമാണ് ഇന്ന് മോർണിംഗ് റിപ്പോർട്ടറിൽ. മുതിർന്ന കലാകാരൻ KP നന്ദപുരത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം മോർണിംഗ് റിപ്പോർട്ടറിൽ എത്തിയിരിക്കുന്നു. സ്വാഗതം മോർണിംഗ് റിപ്പോർട്ടറിലേക്ക്. എന്താണ് കുറത്തിയാട്ടം? കുറത്തിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവപുരാണത്തിൽ നിന്ന് എടുത്തൊരു ഭാഗമാണ്. അപ്പോൾ അത് പണ്ടുകാലത്ത് മേജർ ക്ഷേത്രങ്ങളിൽ, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊക്കെ ഉപേക്ഷിക്കാനാവാത്ത വിധം ഒരു കലാപരിപാടിയായിട്ടാണ് അവതരിപ്പിച്ചത്. ഇത് പല തരത്തിലാണോ ഉള്ളത്? കാരണം തെക്കൻ അല്ലെങ്കിൽ വടക്കൻ അത്തരത്തിലൊക്കെയാണോ? വടക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാക്കാരശ്ശി നാടകവും ഇതുമായിട്ടൊരു സാമ്യമുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് ഇതിലെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കഥ പറയണത്, കുറവൻ ഏഴരശനി പരിവേട്ട ശിവൻ കുറവൻ്റെ വേഷത്തിൽ പ്രച്ഛന്ന വേഷമായിട്ട് കാരണവാസം നടത്തുകയാണ്. ആ സമയത്തുള്ള അനുഭവങ്ങളും കഷ്ടകാലം ഭഗവാനുണ്ട് എന്ന് പറയുന്ന ഒരു രൂപം, അത് ജനങ്ങൾക്ക് പൊതുവെ ആ ഒരു കഥ മാത്രമാണോ ഇതിൽ അവതരിപ്പിക്കുക? അതിനുള്ളൂ. ഇതുവരെയും എൻ്റെ അറിവിൽ അതിനെ കേട്ടിട്ടുള്ളൂ. ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇല്ല, എൻ്റെ അറിവിൽ അങ്ങനെ. ഇതേമാതിരി തന്നെ കാക്കാരശ്ശി നാടകത്തിലൊക്കെ ഇതേമാതിരി ടി വിയിലൊക്കെ ഇതിന് മുൻകാലത്ത് പറയുമ്പോൾ, പക്ഷെ അതുമായിട്ട് യാതൊരു ബന്ധമുണ്ടെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് അറിവില്ല. എത്ര കാലമായിട്ട് താങ്കൾ ഇത്തരത്തിലൊരു ഒരു 34 വർഷം. ഇതിലെ വേഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് വേഷങ്ങൾ? ശിവൻ, പാർവതി, സരസ്വതി, ലക്ഷ്മി. അപ്പോൾ ശിവൻ കുറവനായിട്ടും പാർവതി കുറത്തിയായിട്ടുമാണ് രംഗത്ത് വരുന്നത്. ഇതിനിടയിൽ സരസ്വതി ദേവി ഒരു വൃദ്ധയുടെ പൊയ്മുഖത്തിലാണ് വന്ന് പാർവതിയും ലക്ഷ്മിയും കൂടി തല്ലുകൂടുന്ന സമയത്ത് അവരോട് സസുഖം വാഴാൻ പറഞ്ഞ് വെക്കണമെന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുന്നവർ. അപ്പോൾ അതിൽ ലേശം കോമഡികളും ലേശം തമാശകളൊക്കെ ഉണ്ട്. അവിടെയാണ് ജനം ശരിക്കും ഇരിക്കുന്നത്. ആ ഒരു ഭാഗം. ഈ ഉപയോഗിക്കുന്ന ഭാഷ മലയാളം തന്നെ. നമുക്ക് ഏതായാലും ഒരു ഭാഗം കാണാം. ഏതാണ് ഞങ്ങൾക്ക് വേണ്ടി ഇത് ഭാഗമാണ്? ഇപ്പോൾ കുറവൻ്റെ ഭാഗം, കുറവനും കുറച്ചും കൂടി വരുന്നത് കാണിക്കാം. അതുകൊണ്ട് അത് കണ്ടിട്ട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. നാടാകെ ചുറ്റി വരും മലങ്കുറത്തി ഞാൻ, കൈനോക്കി നാൾ കഴിക്കും മലങ്കുറത്തി ഞാൻ, കൈനോക്കി നാൾ കഴിക്കും മലങ്കുറത്തി ഞാൻ. തത്വശാസ്ത്രം പറയാം ഞാൻ, ഹസ്തരേഖ നോക്കിടാം ഞാൻ, ചീത്ത പ്രവൃത്തിയൊന്നും ചെയ്യുകില്ല. കാട്ടിടുക കരം നിങ്ങൾ, ലക്ഷണങ്ങൾ ചൊല്ലാം. കയ്യിലുള്ള രേഖ നോക്കി ഉള്ളതെല്ലാം ചൊല്ലാം. രേഖ നോക്കി ചൊല്ലിടുകിൽ കാശു തന്നിടേണം. വിടുവിട്ടു കാടു തേടി പോയതെവിടെയാണെടി, തേടുവാനോ ചാരന്മാരെ കുറത്തി പെണ്ണേ, തേടുവാനോ ചാരന്മാരെ കുറത്തി പെണ്ണേ. 3 കാലമായിട്ടും ഞാൻ ഭവാനെ ഞാൻ കാണാഞ്ഞിട്ട്, തേടുവാനായി കാനനത്തിൽ ഗമിച്ചതാണേ. കഷ്ടമയ്യോ കഷ്ടമയ്യോ ദുഷ്ടശീലേ, മട്ടിനൊട്ടും കൊള്ളുകില്ല. കഷ്ടമയ്യോ ദുഷ്ടശീലേ, മട്ടിനൊട്ടും കൊള്ളുകില്ല. കഷ്ടമായിട്ടറിയാം നിൻ മുഖത്തു വാർത്താൽ, കഷ്ടമായിട്ടറിയാം നിൻ മുഖത്തു വാർത്താൽ. സാധുവായ പെണ്ണിനെയാം ഇവിധമായുരയ്ക്കുകിൽ, സാധുവായ പെണ്ണിനെയാം ഇവിധമായുരയ്ക്കുകിൽ. ബോധമില്ലേ തലയ്ക്കൊട്ടും കുറവനാരേ, ബോധമില്ലേ തലയ്ക്കൊട്ടും കുറവനാരേ. കാന്തേ കുറത്തി നീ എങ്ങു പോയി, കാന്തേ കുറത്തി നീ എങ്ങു പോയി. കാന്ത ഞാൻ
എന്തിനായി കൊണ്ടു നീ പോയതിന്ന് കണ്ടോർഗടെ കൈ നോക്കാൻ പോയതാണേ കുറവ കണ്ടോർഗടെ കൈ നോക്കാൻ പോയതാണേ കണ്ട നാട്ടിലൊക്കെ നടന്നുകൊണ്ട് ഭിക്ഷയിരുന്നുണ്ണും നിന്നെ ഇനി വേണ്ടെനിക്ക് പൊയ്ക്കൊള്ളുക വേഗം നിന്നെ ഇനി വേണ്ടെനിക്ക് പൊയ്ക്കൊള്ളുക വേഗം എന്നെയും വേണ്ടെങ്കിലോ എന്നെയും വേണ്ടെങ്കിലോ നിന്നെയും വേണ്ടെനിക്ക് നിന്നൂടെ പാട്ടിന് പോ 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 നിന്നൂടെ പാട്ടിന് പോ 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 എടി കാന്തേ ഞാൻ ചുമ്മാതെയാം കാന്തേ ഞാൻ ചുമ്മാതെയാം ഇന്നിതു ചൊന്നതെല്ലാം വൈകാതെ നീയും ഇപ്പോൾ വാ 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 വൈകാതെ നീയും ഇപ്പോൾ വാ 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 പോടാ എന്നരികിൽ നിന്ന് പോടാ എന്നരികിൽ നിന്ന് കസ്മല മിണ്ടിടണ്ട പോടാ എന്നരികിൽ നിന്ന് കസ്മല മിണ്ടിടണ്ട പറഞ്ഞതൊക്കെ മതി പോ 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 പറഞ്ഞതൊക്കെ മതി പോ 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 കണ്ടിക്കാർ വേണിയാളെ കണ്ടേ ഞാൻ മോദം പൂണ്ടേൻ ഉണ്ടായോരോമൽ പ്രിയേ കണ്ടാലും കാർവേണിയെ തേടിയാലെന്തൻ നിന്നെ കൂടാതെ ഇത്ര നാളും വാടിയൻ കൺമണിയെ പാടിക്കളിച്ചിടടി വാടിയൻ കൺമണിയെ പാടിക്കളിച്ചിടടി കേമൻ ഞാൻ എന്നു ചൊന്നാൻ നിനക്കൊരു നാണവുമില്ലയോടാ കേമൻ ഞാൻ എന്നു ചൊന്നാൻ നിനക്കൊരു നാണവുമില്ലയോടാ കാമിനി എന്നെ വിട്ടു ഗമിച്ചതു കേമമാണോ കുറവാ കാമിനി എന്നെ വിട്ടു ഗമിച്ചതു കേമമാണോ കുറവാ കോപിക്ക വേണ്ട എൻ്റെ മനോഹരി താപമൊന്നേറിടുന്നു കോപിക്ക വേണ്ട എൻ്റെ മനോഹരി താപമൊന്നേറിടുന്നു സാവധാനം നടക്കാം നമുക്കൊരു പട്ടണി ചെന്നു ചേരാം സാവധാനം നടക്കാം നമുക്കൊരു പട്ടണി ചെന്നു ചേരാം പാവട ചന്തയിലെ തുലുക്കർ പാവട വിക്കുനടാ പാവട ചന്തയിലെ തുലുക്കർ പാവട വിക്കുനടാ ഒരു പാവട വാങ്ങി തടാ കുറവ നാണത്തെ പൊക്കിടുവാൻ ഒരു പാവട വാങ്ങി തടാ കുറവ നാണത്തെ പൊക്കിടുവാൻ പാവട വാങ്ങിത്തരാം കുറത്തി ചാകാതെ നീ കൂടെ വാ പാവട വാങ്ങിത്തരാം കുറത്തി ചാകാതെ നീ കൂടെ വാ ഈ വഴി തന്നെ പോയാൽ കുറത്തി ചന്തയിൽ ചെന്നു ചേരാം ഈ വഴി തന്നെ പോയാൽ കുറത്തി ചന്തയിൽ ചെന്നു ചേരാം മാഷ് തന്നെയാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഈ ഇതിൻ്റെ മൈക്കിൽ പറഞ്ഞത് ഞാൻ തന്നെയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഈ ഇതിൻ്റെ പാട്ടുകളൊക്കെ എഴുതുന്നത് പാട്ട് നമ്മുടെ അങ്കമാലിക്ക് അടുത്ത് എളവൂര് ഒരു MKK നായരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഇതിൻ്റെ പാട്ടൊക്കെ ഞാൻ സ്വായത്താക്കിയത് ഈ ഇതിന് നൃത്തച്ചുവടുകൾ കൂടി അല്ലെങ്കിൽ അത്തരത്തിൽ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നൃത്തച്ചുവട് വെച്ചാൽ ശാസ്ത്രീയ സംഗീതം നമ്മുടെ പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് ജനങ്ങൾക്ക് കാണുമ്പോൾ ഒരു അഴക് ഉണ്ടാവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും അല്ലെങ്കിൽ ഇതൊരു നാടകം പോലെ തന്നെയാണ് നാടകം എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി എനിക്ക് അത്ര ഗ്രാഹ്യതയില്ല ഇതിൽ എന്തെങ്കിലുമൊക്കെ പരിഷ്കാരങ്ങൾ മാഷ് പറഞ്ഞത് 2 പതിറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് സാധാരണ എന്നു വെച്ചാൽ മേജർ ക്ഷേത്രങ്ങളിൽ ദേവസ്വം ക്ഷേത്രങ്ങളിലൊക്കെ പണ്ട് കാലത്ത് ഓട്ടംതുള്ളലുണ്ടെങ്കിൽ അതോടുകൂടി ഒരു പുറത്തേട്ടം അതിനെല്ലാം ഇത് വ്യത്യസ്തമായിട്ട് അത് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറേ കൊള്ളുന്നുണ്ടാവില്ല ഇപ്പം അതല്ല ഇതിൻ്റെ കഥകൾ മുഴുവൻ എഴുതിയുണ്ടാക്കിയിട്ട് 1.5 മണിക്കൂർ സ്റ്റേജിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു രൂപം ആക്കിയത് ഞാനാണെന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം സാധാരണ ഇതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് എത്ര 1.5 മണിക്കൂർ 1.5 മണിക്കൂർ 1.5 മണിക്കൂർ ഉണ്ടാവും 1.5 മണിക്കൂർ കൊണ്ടാണ് ഈ കഥ മുഴുവൻ പറഞ്ഞു കഴിയുക 1.5 മണിക്കൂർ കൊണ്ട് ഈ കഥ ഒരുവിധം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഇതിൻ്റെ അകത്ത് വേഷങ്ങളായി വരുന്നത് ഇപ്പോൾ
കുറവൻ്റെ വേഷം കൂടി കുറവൻ്റെ വേഷം എൻ്റെ മകളാണ് കേട്ടത്. ചോദ്യം, സ്ത്രീകൾ തന്നെ കുറവൻ്റെ വേഷം സ്ത്രീകള് കുറവൻ്റെ വേഷം കെട്ടാതുള്ളതല്ല, കുറച്ചും കൂടിയും അതിൽ ചെയ്യുന്ന ചടുലത കൂടുതൽ കാണുന്നത് പല ക്ഷേത്രങ്ങളിലും. ഭയങ്കര പ്രശംസയും ഭയങ്കര ആൾക്ക് ഒരു പ്രത്യേക ഒരു കഴിവുണ്ടെന്നാണ് ജനം വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ത്രീകൾ ഇതിലേക്ക് ആദ്യം എനിക്ക് തോന്നുന്നു പുരുഷന്മാർ തന്നെയായിരുന്നു സ്ത്രീവേഷം കൂടി കെട്ടി ചെയ്തിരുന്നതല്ലേ? സത്യമാണത്. ഞാൻ നാടാടെ ഈ രംഗത്ത് വരുന്ന കാലത്ത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലൊക്കെ കുടശീല കൊണ്ടാണ് മുടി കെട്ടുക. കുടശീല വെച്ചിട്ട് മുടി കെട്ടി ആൺകുട്ടികൾ തന്നെ. ഇപ്പം അതല്ല, ഇപ്പോൾ ഒറിജിനാലിറ്റി നമ്മൾ എൻ്റെ സെറ്റിൽ കംപ്ലീറ്റ് നിർബന്ധമാണ് പെണ്ണിന് പെണ്ണ് കെട്ടുക. കുറവൻ നമുക്ക് കുറച്ചും കൂടെ പെർഫോമൻസ് ഭംഗിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ മകളെ കേട്ടു. ഇതിൽ എന്തൊക്കെയാണ് വാദ്യം? എന്തൊക്കെയാണ് ഒരു വാദ്യം? മൃദംഗം, കുഴിത്താളം. മാസ്റ്റർ സംഘത്തിൽ പുരുഷന്മാരെ ആണുങ്ങൾ ഉണ്ടാവില്ല വേദിയിൽ, സ്ത്രീകൾ തന്നെ ചെയ്യുന്നു. എവിടെ? മാസ്റ്റർ സംഘത്തിൽ എൻ്റെ ഇതിൽ പുരുഷനാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ ചെയ്യണത് ആളുടെ പെർഫോമൻസിന് പ്രത്യേക അംഗീകാരം പൊതുവെ ഒരു 100-130 പരിപാടികളും ഈ വർഷം ഞാൻ ചെയ്തു കഴിഞ്ഞു. എവിടെയൊക്കെയാണ് ഇത് സാർ? ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഇപ്പം ഞാൻ പോകണില്ല. ഇപ്പം 5 കൊല്ലമായിട്ട് ഞാൻ പിന്മാറിയിക്കുക. നമുക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടി നോക്കുമ്പോൾ ഞങ്ങൾ മൊത്തം ഇതിൽ 12 ആൾ വരുന്നുണ്ട്. ഞങ്ങളുടെ ഫുൾ സെറ്റ് 12 ആൾ വരുന്നുണ്ട്. അപ്പോൾ വണ്ടി വാടക ഇതൊക്കെ ആയിട്ട് ആറന്മുള കൂടുതൽ ഇപ്പോൾ വേദികൾ ലഭിക്കുന്നുണ്ടോ? വേദികൾ സത്യത്തിൽ അഭിമാനമായ കാര്യത്തിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് മാതിരിയല്ല. ഇപ്പോൾ പൊതുവെ ക്ഷേത്രകലകൾക്കൊരു വീഴ്ച സംഭവിച്ചാർന്ന കാലത്ത് ഇന്ന് ഉയർത്തെഴുന്നേൽപ്പുണ്ടായിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങൾക്ക് പുറത്ത് എവിടെ മറ്റെവിടെയൊക്കെയാണ് നിങ്ങൾക്ക് വേദികൾ കിട്ടുക? ഇഷ്ടം പോലെ തന്നെ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഒരു 7 കൊല്ലം ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോകാനായിട്ട് ഭാഗ്യമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടേതുപോലുള്ള സംഘങ്ങൾ എത്ര എണ്ണം ഉണ്ടാവും കേരളത്തിൽ? കേരളത്തിൽ ഒരു 6-7 സംഘടന എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. നല്ല രീതിയിൽ നിലനിന്ന് പോകാനുള്ളൊരു സാഹചര്യവും വേദികളും കിട്ടുന്നുണ്ട്. ഈ ഇതിന് പ്രത്യേക കൂട്ടായ്മ അല്ലെങ്കിൽ ഇപ്പോൾ ചില കലാരൂപങ്ങൾക്ക് വേണ്ടി ചില സാംസ്കാരിക കൂട്ടായ്മകൾ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും കൂട്ടായ്മയൊക്കെ ഇതിൽ ഉണ്ടാവുന്നു? കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മളുടെ കുടുംബം ഇതിൻ്റെ ഏറ്റവും വലിയ. എൻ്റെ മകനുണ്ട്, ഇന്ത്യൻ ആർമിയിൽ ഹവിൽദാർ പോസ്റ്റിൽ ജോലി ചെയ്യാണ്. അപ്പോൾ ആള് ഈ സീസണിൽ ലീവ് എടുത്ത് പോരുമായിരുന്നു. എന്നിട്ട് പിന്നെ ഇവിടെ വന്ന് ഈ കുറവൻ്റെ വേഷമൊക്കെ അവനാണ് കെട്ടുക. നമുക്ക് ഈ വേഷത്തെക്കുറിച്ച് കുറച്ചുകൂടി ചോദിക്കാൻ തോന്നുന്നു. എന്തൊക്കെയാണ് ശരിക്കും ഈ വേഷത്തിന് ഇങ്ങനെയൊക്കെ തന്നെ വേണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതൊക്കെ തന്നെ വേണം വേഷം എന്നൊക്കെ? ശിവൻ എന്ന് തോന്നിക്കുക. ശിവന് കണ്ടശനി വെടിവെട്ടിട്ടാണ് പോകുന്നത്. ആ ശിവൻ എന്നുള്ള രൂപമാണ് ഇപ്പോൾ ഈ കെട്ടിക്കുന്നത്. ഇതൊക്കെ പരമ്പരാഗതമായിട്ടുള്ള രൂപങ്ങളാണ്. അതോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ടോ? എൻ്റെ മനസ്സിൽ തോന്നിയത് ശിവൻ്റെ വേഷം നമുക്ക് ഇതേമാതിരി കെട്ടിയാലാണ് ശിവൻ എന്ന് തോന്നിക്കുള്ളൂ. ശിവൻ എന്ന് ചില ടീമുകളിലൊക്കെ മറ്റേ തോർത്തുമുണ്ട് അല്ലാണെങ്കിൽ സെറ്റുമുണ്ട് വെറുതെ ഇൻഡു വെച്ച് കെട്ടി ബാക്കിൽ കെട്ടിട്ട് അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇത് ആവുമല്ലോ എന്ന് ഞാൻ വിചാരിക്കണം. ഇനി ഏതാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഒരു? ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലെനിക്ക് തോന്നുന്നു കൂടുതലും അടുത്ത പെർഫോമൻസ് തയ്യാറാവുന്നേ ഉള്ളൂ. എന്താണ് ശരിക്കും പരിഭവവും പിണക്കവും തമാശയും ഒക്കെ കൂടി കോർത്തിണക്കിയാണോ ഇതിൽ കൂടുതലും അത്തരത്തിലൊരു തമാശയ്ക്കുകയാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക? തമാശയുണ്ട്. തമാശയിലാണ് ഇത് സത്യത്തിൽ പിടിച്ചുകള. ആ ഒരു അമ്മൂമ്മയുടെ ഒരു വൃദ്ധയുടെ ഒരു വേഷം കെട്ടിയിട്ട് ഒരു അമ്മൂമ്മ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വർത്തമാനം പറയണതൊക്കെ നമ്മളുടേതായിട്ടുള്ള രൂപത്തിൽ വയസ്സായ ഒരാൾ. അപ്പോൾ ഇപ്പോഴത്തെ വാക്കുകളുടെയും സ്ഫുടതയോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല. അത് പറയുമ്പോൾ നമ്മുടെ പാട്ടുകാരൻ അതിനെ നേരെ വിപരീതമായിട്ട് അത് ഞാൻ തെറ്റായി പറയണത് ആൾ ശരിയാക്കി തരും. അത് ശരിയാക്കി തരുമ്പോൾ എന്നാൽ ശരി എന്നുള്ള ആ ഒരു സംസാര രീതിയൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇതിൽ മറ്റ് ഇപ്പോഴത്തെ നമ്മളുടെ കാലഘട്ടം ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ? അത്തരത്തിൽ അത് അത്ര
ഞാൻ അങ്ങനെ ഒരു കഥ, അതായത് രണ്ടാമതൊരു പാട്ട്, അതായത് ഒരു 3 ദിവസമൊക്കെ എറണാകുളം ശിവക്ഷേത്രത്തിലൊക്കെ 3 ദിവസമാണ്. എറണാകുളം ചിറ്റൂര് 3 ദിവസമാണ്. ഈ നില കണ്ടത് തന്നെയാണ് ഇന്ന് കാണുന്നത്. പക്ഷേ ജനം മറ്റുള്ള എന്താ പറയുക, നമുക്കതൊരു മറക്കാനാകാത്ത ഒരു കാര്യങ്ങളാണ്. കാരണം അത്രയും ജനം അവിടെ മുൻപേ വന്ന് സ്റ്റേജിൻ്റെ അവിടെ ഇരിക്കും. അത് ഈ തമാശയും അല്ലെ പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്ന ഭാഷ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് ഈ കലാരൂപം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു രൂപപ്പെടൽ, ഇതിൻ്റെ ഒരു പുരാവൃത്തം പരിശോധിക്കുകയാണെങ്കിലും? അല്ല, അത് എനിക്ക് അത്ര അങ്ങോട്ട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഓട്ടംതുള്ളൽ കലാകാരനാണ്. ആ ഓട്ടംതുള്ളൽ കലാകാരൻ എന്ന് പറഞ്ഞാൽ ഇതേമാതിരി എൻ്റെ ഗുരുനാഥൻ്റെ കൂടെയാണ് ഞാൻ പോയിട്ട് ഈ കുറത്തിയാട്ടം കണ്ടിട്ടുള്ളത്. ഗുരുവായൂർ ശേഖരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഗുരുനാഥൻ ഓട്ടംതുള്ളലിൽ. കുറത്തിയാട്ടത്തിൽ ഗുരുനാഥനാണ് നേരത്തെ ഇളവൂർ MKK നായർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ട്. അല്ലാതെ ഇപ്പോൾ വേറെ കൂടുതലൊന്നും എനിക്ക് പറയാൻ. നമുക്ക് അടുത്ത പെർഫോമൻസ് കൂടി ഒന്ന് കാണാൻ തോന്നുന്നു. ഇനി എന്താണ് അടുത്ത പെർഫോമൻസിൽ എന്താണ് അവതരിപ്പിക്കുന്നത്? ഇനിയിപ്പോൾ 2 ലക്ഷ്മിയും പാർവതിയും കൂടി ഉള്ളൊരു കളി. അവരുടെ തല്ലുകൂടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്താണ് അമ്മൂമ്മ വരുന്നത്. അവരുടെ വേഷം വരുന്നത് അപ്പോഴാണ്. ഏതായാലും നമുക്കത് ആയിക്കോട്ടെ. റെഡി? അല്ല, അത് കിട്ടിക്കോളൂ. എത്ര ടൈം ഒന്നും അതിന് പാടാൻ? സമയം എടുത്തോളൂ. അരിതു പോകുന്നു ലക്ഷ്മിയല്ലോ, ആളെയറിയാത്ത മട്ടിലായോ, കാട്ടിൽ വസിപ്പവർ കണ്ടിടുന്ന കാട്ടാള സ്ത്രീകളുമായിരിക്കും, കടലിൽ കഴിയുന്നവർക്കു പാർത്താൻ കരിമീനും നീർക്കോലി കൂട്ടുകൂടാ, പിച്ചയെടുത്തു നടന്നിടുമ്പോൾ ഭക്ഷണത്തിനു ലഭിക്കാറുണ്ടോ, 28 കാശി ഉള്ളവൾക്ക് ഇക്കാര്യമൊക്കെ അറിഞ്ഞിടേണോ, മന്നിതിൽ മറ്റാർക്കും ആനയായി ഉണ്ണിയുണ്ടായതായി കേട്ടിട്ടില്ല, നിന്നു കുളിപ്പോർതൻ ചേലവാരി ചെന്നാരുമാലിൽ കയറാറില്ല, നിന്നു കുളിപ്പോർതൻ ചേലവാരി ചെന്നാരുമാലിൽ കയറാറില്ല, വേലക്കാരത്തിയെ ചെന്നു പുൽകി ഭാര്യയതു കണ്ട് ചെല്ലാറില്ല, വേലക്കാരത്തിയെ ചെന്നു പുൽകി ഭാര്യയതു കണ്ട് ചെല്ലാറില്ല, പെണ്ണുങ്ങളെ കൊല ചെയ്യാറില്ല, എന്നുടെ കാന്തനെന്നോർമ്മ വേണം, പെണ്ണുങ്ങളെ കൊല ചെയ്യാറില്ല, എന്നുടെ കാന്തനെന്നോർമ്മ വേണം, പണ്ടൊരു പെണ്ണിൻ്റെ പേരിൽ നട്ട കണ്ഠമറുത്തവൻ നിന്റെ കാന്തൻ, വെണ്ണയും പാലും കവർന്നു തിന്നു, പിന്നെ പശുക്കളെ നോക്കി വാഴും, വെണ്ണയും പാലും കവർന്നു തിന്നു, പിന്നെ പശുക്കളെ നോക്കി വാഴും, കാളപ്പുറത്തു കയറിരുന്ന് കാളകൂടം വിഷം പണ്ടാശിച്ചു,
കാളപ്പുറത്തു കയറിരുന്ന കാളകൂടം ഭീഷം കണ്ടാശിച്ചു 16,008 ഭാര്യമാര് ഒരുവനിതാരാനും കേട്ടിട്ടുണ്ടോ 16,008 ഭാര്യമാര് ഒരുവനിതാരാനും കേട്ടിട്ടുണ്ടോ ആനത്തലയനം പുത്രനേകൻ അറുമുഖമുള്ളൊരു പുത്രനേകൻ ആനത്തലയനം പുത്രനേകൻ അറുമുഖമുള്ളൊരു പുത്രനേകൻ സന്താനമില്ലാത്തവർക്കിതൊക്കെ ചിന്തിക്ക കൂടി വിഷമമല്ലോ സന്താനമില്ലാത്തവർക്കിതൊക്കെ ചിന്തിക്ക കൂടി വിഷമമല്ലോ തോലെടുത്തു നടന്നില്ലേ നിൻകണവൻ നെടിയടി കടനായി നടന്നില്ലേ നിൻകണവൻ തോലെടുത്തു നടന്നില്ലേ നിൻകണവൻ നെടിയടി കടനായി നടന്നില്ലേ നിൻകണവൻ വെണ്ണകട്ടു നടന്നില്ലേ നിൻകണവൻ നെടിയടി അടകട്ടു നടന്നില്ലേ നിൻകണവൻ വെണ്ണകട്ടു നടന്നില്ലേ നിൻകണവൻ നെടിയടി അടകട്ടു നടന്നില്ലേ നിൻകണവൻ തോലെടുത്തു നടന്നില്ലേ നിൻകണവൻ നെടിയടി കടനായി നടന്നില്ലേ നിൻകണവൻ വെണ്ണകട്ടു നടന്നില്ലേ നിൻകണവൻ നെടിയടി അടകട്ടു നടന്നില്ലേ നിൻകണവൻ ഓടി മഹാകള്ളി എറ്റുകുട്ടി ഓടി മഹാകള്ളി പാറുകുട്ടി ഓടി മഹാകള്ളി എറ്റുകുട്ടി ഓടി മഹാകള്ളി പാറുകുട്ടി അയ്യയ്യോ അമ്മൂമ്മ ഇപ്പം ഈ തല്ലുകൂട്ടം മാറ്റാനൊക്കെ വന്നിട്ട് അമ്മൂമ്മക്ക് കിട്ടിയ ചവിട്ട് അമ്മൂമ്മേ അമ്മൂമ്മേ അയ്യോ പോയോ അപ്പോൾ അമ്മൂമ്മേ ഓ ഓ ആ ഏ കയ്യോന്നോ എന്തേ പറ്റിയപ്പോ ആ ഏ തുണിയോ അയ്യോ അതൊക്കെ അവിടെ ഉണ്ട് അമ്മൂമ്മയുടെ അടുത്ത് തന്നെ ഉണ്ട് തുണിയില്ലാണ്ട് ഓ ഓ ഇങ്ങോട്ട് നോക്കൂ എൻ്റെ അടുത്തേക്ക് നോക്കൂ ആ ആ ആ ഭംഗിയായി ഭംഗിയായി ആ ഇപ്പൊ എന്താ പറ്റിയപ്പോ എന്താ പറ്റിയെന്ന് പറയോ ഇവര് തമ്മില് നിന്റെ കണവൻ അത് ചെയ്തില്ല ആ ആ നിന്റെ കണവൻ ഇത് ഉവ്വ 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 ആ അയ്യോ ഇപ്പൊ ആരാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ ഏ കരയാണ്ട് പറയുവോ ആ ആ എന്റെ മൂത്ത അതായത് ഞാൻ ആറ്റുനോറ്റ് വളർത്തി ആറ്റുനോറ്റ് ആറ്റുകാൽക്ക് പോയോ ആറ്റ് വളർത്തി പോലെ ആ ആറ്റുനോറ്റ് വളർത്തി ആ അങ്ങനെ 2 സന്ധ്യത്തിരികള് സന്ധ്യത്തിരിയോ ചന്ദനത്തിരി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അതല്ല പോലെ കുട്ടിയോടെ പറയും ഓ ഓ ഓ സന്തതികള് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ അതില് ഒരുത്തി മൂത്തോളുടെ പേര് ആ ചീഞ്ഞു ചീഞ്ഞോ അയ്യോ 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 ഇതെന്താ പോലത്തെ ചീരയൊക്കെയാണോ ചീഞ്ഞു പോയി എന്നൊക്കെ പറയുന്നത് പേരാ ചോദിച്ചത് ആ പേര് മൂത്തോളുടെ പേര് മൂത്തോളുടെ പേര് ചീഞ്ഞു ചീരു ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആ ഇനി രണ്ടാമത്തെ ഒരാളുടെ പോലെ ഓ പിഴിഞ്ഞോ അയ്യോ ഇതെന്താ പോലെ തേങ്ങയാണോ ചീഞ്ഞു പിഴിഞ്ഞു എന്നൊക്കെ പറയണേ ആ ഓ ചീരും ബീരും ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ എനിക്കാൻ പറ്റാണ്ട് അയ്യോ അപ്പൊ അമ്മൂമ്മക്ക് ആ ഒന്ന് എനിപ്പിക്കോ ആ ആ ഏ ഏ ആ ആ അമ്മൂമ്മയും കൂടി ഒന്ന് പോ ഔ ഔ അയ്യോ ആ ഇവിടെ ഇത്തിരി കൂടി ദേഷ്യം കുറവാന്ന് തോന്നണേ ആ നല്ലോണം പോലെ വിളിച്ചാ അമ്മൂമ്മ എനിപ്പിക്കും ഏ അയ്യോ അയ്യോ അമ്മൂമ്മക്ക് എനിക്കണമെന്നുണ്ടോ അപ്പൊ ആ എന്നാ രണ്ടാളും കൂടി ഒന്ന് പിടിച്ചേ ഏ
ആ അയ്യോ ഏ ഇത് കൊപ്പത്തണ്ട് പോലെ മോനെ. കൊപ്പത്തണ്ട് മാരിയാന്ന്. അയ്യോ അമ്മൂമ്മ എനിപ്പിച്ചോളും. രണ്ടാളും കൂടി എനിപ്പിക്കോ? നാരായണ ആ നാരായണ. ആ എനിപ്പിക്കോ എനിപ്പിക്കോ. അപ്പൊ ഇത്തിരി ആ ഔ. ആ ആവോ ആവോ. ആ ആ ആ വടി എടുത്ത് കൊടുക്കുമോ അമ്മൂമ്മയ്ക്ക്? നാരായണ അങ്കനമാർമണി മൗലികളാം നിങ്ങൾ തമ്മിൽ പീണങ്ങരുതേ വൃഥാ, തമ്മിൽ പീണങ്ങരുതേ. സംഗതിയില്ലാത്ത വാദങ്ങളെ കൊണ്ട് ചണ്ട പീഡിക്കരുതേ വൃഥാ, ചണ്ട പീഡിക്കരുതേ. കല്യാണി പാർവതി ദേവി മഹാലക്ഷ്മി നല്ലാരിൽ മൗലിമാരെ നിങ്ങൾ വല്ലഭന്മാരെ കൊണ്ടില്ലാത്ത ദൂഷണം ചൊല്ലിക്കലഹിക്കല്ലേ നിങ്ങൾ, ചൊല്ലിക്കലഹിക്കല്ലേ. നല്ലതെന്നാലും പിണങ്ങാതെ വാഴ്വതും നല്ലുധരിച്ചിടുകിൽ നിങ്ങൾ, നല്ലുധരിച്ചിടുകിൽ. എത്രയും മൂത്തു നരച്ചു കുരച്ചോരു, എത്രയും മൂത്തു നരച്ചു കുരച്ചോരു വൃദ്ധയായിടുന്നു ഞാൻ. നിങ്ങൾ ഇത്രമാത്രം പിണങ്ങിടുവാൻ സംഗതി സത്വരം ചൊല്ലിടുവിൻ നിങ്ങൾ, സത്വരം ചൊല്ലിടുവിൻ. അമ്മ പറഞ്ഞതുപോലെ സകലതും സമ്മതമെന്നറിയേണം. അമ്മ പറഞ്ഞതുപോലെ സകലതും സമ്മതമെന്നറിയേണം. തമ്മിലനേകം തമ്മിലനേകം ഞങ്ങൾ പറഞ്ഞത് അമ്മ പൊറുത്തരുളേണം. പരിഭവമരുതേ തവ ഹൃദി പഴുതേ പരിദോഷം മൈവാലേ. പരിഭവമരുതേ തവ ഹൃദി പഴുതേ പരിദോഷം മൈവാലേ. പോക നമുക്കിനി ഭവനം ഭവനം ആകുലഹീനമിതാനി. നാരായണ നാരായണ അയ്യോ ആരെ വിളിക്കണേ ആവോ മൂമ്മ? നാരായണ 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 500 നാരായണ മതിന്ന് മതിന്ന്. 500 നാരായണ 500 നാരായണല്ലേ അവര് വിളിക്കണു. നാരായണ തരാം മൈക്ക് തരാന്നൊക്കെ പറയണ്ടല്ലോ. അയ്യോ സൂചിയോ? സൂചിക്ക് കയ്യും കാലൊക്കെ ഉണ്ടോ? ആ ഓ ശിവ 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 എന്ന് വിളിക്കണതാണ് അമ്മൂമ്മ. ആ ആ ആ അയ്യോ ഇവിടെ വീണപ്പോ പറ്റിയതാണോ? പക്ക് വേദന എടുക്കണ്ട് എന്നൊക്കെ പറയണ്ടല്ലോ. പിന്നെയോ സാക്ഷാല് പക്ക് വേദനയോ? ഇതത് പിടിച്ചോളൂ, അത് പിടിച്ചോളൂ. അവരെന്തോ തരുന്നുണ്ട് അമ്മൂമ്മയ്ക്ക്. ആ ആ ആ അങ്ങനെയായിക്കോ. അപ്പൊ നമുക്കിനി ആ മുഖംമൂടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ബാക്കി സംസാരിക്കാൻ തോന്നുന്നു. അയ്യോ അയ്യോ അത് എടുത്തോളോ. അവർക്ക് കാണാനാണ് അമ്മൂമ്മ.
അപ്പോൾ നമ്മുടെ സമയം കഴിയാണ്. അപ്പോൾ അതുകൊണ്ട് വൃദ്ധയ്ക്കും അല്ലെങ്കിൽ ഇവിടെ എല്ലാ എന്തായിരുന്നു ഷിജോ പറയാനുള്ളത്? ഈ ഒരു കലാരൂപത്തെ കുറിച്ച് എന്തായാലും ഇപ്പോൾ നമുക്ക് സമർപ്പിക്കാനുള്ളത് എന്താണ്? എന്താണ് പറയാ, വളരെ ലളിതമായ ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ എങ്കിൽ പോലും എത്രത്തോളം ഇത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് സംബന്ധിച്ച് സംശയമുണ്ട്. ജനങ്ങളെ നമ്മളെ മുമ്പിൽ കാണാതിരിക്കണമെങ്കിൽ നമുക്ക് ഇതിലും കുറച്ചും കൂടി നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചകഞ്ഞു വരും ഓരോ കാര്യങ്ങൾ. അത് വരുമ്പോൾ അസൽ കയ്യടിയും ബഹളവും കാര്യങ്ങളൊക്കെ ആവും. അതിൽ മെയിൻ ഈ വൃദ്ധയുടെ ഇതിലാണ് ശരിക്കും പിടിച്ചു നിൽക്കുന്നത്. ഇതിന് കൃത്യമായൊരു സ്ക്രിപ്റ്റിംഗ് ഇല്ല. സ്ക്രിപ്റ്റിങ് ഇല്ല അതില്ല. അതിപ്പോ നമുക്ക് മനസ്സിലായി. സാഹചര്യം ഓരോ വേദി മനോനില ഒക്കെ അനുസരിച്ച് പണ്ടുകാലത്ത് ഈ ക്ഷേത്രങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത കലയാണ് ആറന്മുള ക്ഷേത്രത്തിൽ. ഇതേമാതിരി പ്രശ്നം വെച്ചാൽ കണ്ട ഇതാണ്. ഇപ്പോൾ ഒരു 17 കൊല്ലം അടിയാൻ പോണ്ട്. അതേമാതിരി തൃപ്പൂണിത്തുറ ഒരു 28 കൊല്ലം ചെയ്തു. ഇരിങ്ങാലക്കുട 28 കൊല്ലം ചെയ്തു. ഇപ്പോൾ ഒരു 10-18 കൊല്ലമായിട്ട് ഇവിടെ നമ്മുടെ ചിറ്റൂര്. ഏതായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വളരെ സന്തോഷം, വളരെ നന്ദി. എല്ലാ ആശംസകളും നേരുന്നു. മോർണിംഗ് റിപ്പോർട്ടർ അധ്യായത്തിന് വളരെ നന്ദി. നമുക്കും ഈ പറഞ്ഞ മാതിരി റിപ്പോർട്ടർ ചാനലിൽ വരാതൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗ്യം, ദേവത കടഞ്ഞ് അനുഗ്രഹിക്കുക എന്നൊക്കെയാണ് ഞാൻ പറയുക. അത്രയും ഒരു തീർത്താ തീരാത്തൊരു സന്തോഷം തന്നെ. ഈ കല നമ്മുടെ കഴിവിനനുസരിച്ച് ഇത്രയും ജനങ്ങളെ എത്തിക്കാനായിക്കൊണ്ട് നിങ്ങളുടെ സഹായം കൊണ്ട് നമുക്ക് ഇവിടെ വരാൻ സാധിച്ചു. വളരെ സന്തോഷം. താങ്കൾക്കും ഒപ്പം എത്തിയ എല്ലാ ആളുകൾക്കും വളരെ അധികം നന്ദി. ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അതിഥികളുമായി നാളെ രാവിലെ 7 മണിക്ക് വീണ്ടും കാണാം. എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കും.